രാമചരിതം 1-ാം പടലത്തിൽ വിവിധ ദൈവങ്ങളെയും ദേവികളെയും സ്തുതിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു കാവ്യരചന നടത്തുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് ഉണ്ടായിരിക്കുന്നത് വരികളാണ്. അപ്പോൾ ആ വരികളും ആ വാക്കുകളും എത്രമാത്രം മനോഹരമാവുന്നു, എത്രമാത്രം അർത്ഥസമ്പന്നമാവുന്നു എന്നതിനനുസരിച്ചാണ് ആ പാട്ടിൻ്റെ ആ ഒരു ജനകീയതയും ആ പാട്ട് എത്രമാത്രം മികച്ചതാണ് എന്ന് തീരുമാനിക്കാനും കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാക്കുകൾക്കും വരികൾക്കും ആ കാവ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥങ്ങൾക്കും അർത്ഥഭംഗിക്കും അലങ്കാരങ്ങൾക്കും പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ അത്രമാത്രം മനോഹരമായി വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടൊരു കവിത എഴുതണമെങ്കിൽ അതിന് എന്ത് വേണമെന്നാണ് ഇവിടെ കവി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ എഴുതണമെങ്കിൽ അത്ര നല്ല വാക്കുകൾ തൻ്റെ നാവിൽ വരേണ്ടതുണ്ട്. അപ്പോൾ വാക്കുകളുടെ വാഗ്ദേവിയായിട്ടുള്ള സരസ്വതിയുടെ അനുഗ്രഹം തനിക്കുണ്ടാവണം എന്നാണ് കവി പറയുന്നത്. അപ്പോൾ സരസ്വതി ദേവിയോട് നല്ല വാക്കുകൾ കടലിലെ തിരമാലകൾ പോലെ, കടലിൽ തിരമാലകൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണത്? കടലിലെ തിരമാലകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്, അവ നിലയ്ക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അത്രയും സുലഭമായി അത്രയും സമൃദ്ധമായി തനിക്ക് വാക്കുകൾ തൻ്റെ നാവിൽ വന്നാൽ മാത്രമേ തനിക്ക് ഈ കാവ്യരചന നടത്താൻ കഴിയുകയുള്ളൂ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ അങ്ങനെ വാക്കുകൾ, ആ വാക്കിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും ഉണ്ടെങ്കിൽ, അങ്ങനെ ലക്ഷ്മി ദേവിയുടെ ആശീർവാദമുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള അർത്ഥസമ്പന്നമായിട്ടുള്ള സുലഭമായിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള വാക്കുകൾ തനിക്ക് കാവ്യത്തിലുടനീളം ഉപയോഗിക്കാമല്ലോ എന്നുള്ള ചിന്തയാണ് കവിക്കുള്ളത്. കവി രാമായണ കഥ കുറ്റമറ്റ കഥ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒട്ടും കുറ്റമില്ലാത്ത, അത്രമാത്രം സമ്പന്നമാണ്, സമ്പൂർണ്ണമാണ്, അത്രമാത്രം മികച്ചതാണ് രാമൻ്റെ കഥ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ അങ്ങനെ അത്രമാത്രം മികച്ച രാമൻ്റെ കഥ പറയണമെങ്കിൽ അങ്ങനെ അത്രമാത്രം മികച്ച വാക്കുകളും അത്രമാത്രം മികച്ച വരികളും തൻ്റെ നാവിൽ വരേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ കഥ പാടാൻ വേണ്ടി തൻ്റെ നാവിൽ കാല് വെച്ച് നൃത്തം ചെയ്യുക എന്ന് പറയുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ സരസ്വതി ദേവിയോട് നൃത്തം ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ വാക്കുകളുടെ ദേവിയായ സരസ്വതി, നല്ല വാക്കുകൾ എൻ്റെ നാവിൽ ഉണരാൻ വേണ്ടി നീ സഹായിക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദേവിയുടെ ഒരു കടാക്ഷം, ദേവിയുടെ ഒരു കൃപ, ദേവിയുടെ ഒരു അനുഗ്രഹമുണ്ടെങ്കിൽ നല്ല രീതിയിൽ വാക്കുകൾ തൻ്റെ നാവിൻ്റെ തുമ്പിൽ വന്നുകൊള്ളും. അങ്ങനെ രാമൻ്റെ കഥ, കുറ്റമില്ലാത്ത രാമൻ്റെ കഥ കുറ്റമില്ലാതെ തന്നെ എഴുതാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്കാണ് നമുക്കിവിടെ കവി എത്തുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വാക്കുകൾ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്, അതേപോലെ വാക്കുകളുടെ ദേവിയായ സരസ്വതി ദേവി എത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നു എന്നെല്ലാമുള്ള ചിന്തകളിലേക്കാണ് ഈ വരികൾ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും വരും.